നമ്മുടെ നാരായണി പശുക്കളെ പരിചരിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നളിനി വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നോട് ഞാൻ പറഞ്ഞതല്ല ഇനി ഇങ്ങോട്ട് വരരുതെന്ന്. എന്നിട്ട് പിന്നെ എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഈ പശുക്കളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ വൃന്ദയോട് പറഞ്ഞതേ ഉള്ളൂ, ഇനിയും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളുടെ പശുക്കളെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ, അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് അവളെ വരുത്തിക്കേണ്ട, നിന്നെ ഇവിടെ ആർക്കും കാണുകയൊന്നും വേണ്ട, നീ എൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് അവളുടെ വൃന്ദയുടെ വീട്ടിൽ താമസിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാരായണിക്ക് നല്ല രീതിയിൽ വിഷമം തോന്നുന്നുണ്ട്. അവിടെയുള്ളവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് നാരായണി പറയുമ്പോൾ, അത് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ മോള് വൃന്ദ വലിയൊരു എഴുത്തുകാരി ആയതുകൊണ്ട് നിന്നോട് ആ ദേഷ്യം കാണിക്കാത്തതാണ്, അവളുടെ വീട്ടിലുള്ള ആളല്ലെന്ന് വിചാരിച്ചിട്ടാണ് അവരെല്ലാം സഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നാരായണി മനസ്സിലോർക്കുകയാണ്, ഞാൻ കാരണമാണ് നിങ്ങളുടെ മകൾ വലിയ എഴുത്തുകാരി ആയതെന്നൊക്കെ. അപ്പോൾ നളിനി പറയുന്നുണ്ട്, ഓർത്തുകൊണ്ട് നിൽക്കുന്ന നാരായണിയെ കണ്ടിട്ട്, നിനക്കിപ്പോൾ പണ്ടത്തെ പോലത്തെ സ്വഭാവമൊന്നുമല്ലല്ലോ, ആരെയും ഒരു പേടിയൊന്നുമില്ല, വകവയ്ക്കൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്തായാലും കൊള്ളാം, ഇനി മേലാൽ പശുക്കളെ കാണാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് തീർത്ത് പറയുകയാണ്. ശേഷം കാണിക്കുന്ന വിവാഹ നിശ്ചയം മുടങ്ങി വരുന്ന അനൂപ് ഡോക്ടറിനെയും വീട്ടുകാരെയുമാണ്. അപ്പോൾ മുത്തച്ഛനോട് പറയുകയാണ്, മുത്തച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കുളമായി, ഒന്നും നടന്നില്ല, സമാധാനമായില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അനൂപ് ഡോക്ടറിൻ്റെ അച്ഛൻ പറയുകയാണ്, മുത്തച്ഛൻ നമ്മളോട് പറഞ്ഞതല്ലേ, ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞതല്ലേ, അനൂപിനെ അറിയിക്കാതെ ഇതൊക്കെ ചെയ്യാൻ പോയത് തന്നെ വലിയൊരു അബദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്ക് ഫിക്സ് വന്ന കാര്യമൊക്കെ പറയുകയാണ് മുത്തച്ഛനോട്. അപ്പോൾ പറയുന്നു, ഫിക്സ് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അനൂപിനെ അറിയിക്കാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പോയിട്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നു. അവന് വേണ്ട പെൺകുട്ടി അവൻ തന്നെ കണ്ടുപിടിക്കും, അത് കറക്റ്റ് ടൈമിൽ ആ പെണ്ണും ഇവിടെ വന്ന് കയറും എന്നൊക്കെ പറയുകയാണ്. ഗോപാലനോട് പറയുകയാണ്, കംസൻ ശക്തനാണ്, എനിക്കറിയാം, അത് ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നതാണ്, കംസൻ ശക്തനാണെങ്കിലും അവന് വകവരുത്താനുള്ള ആൾ എത്രയും പെട്ടെന്ന് തന്നെ വരും എന്നൊക്കെ പറയുകയാണ്. ഗിരിയുടെ വീടാണ് കാണിക്കുന്നത്. ഗിരിയുടെ കൂടെ വൃന്ദയും നാരായണിയും എല്ലാം തിരിച്ചെത്തുമ്പോൾ അവിടെ അനൂപ് ഡോക്ടർ ഗിരിയുടെ അമ്മയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം, അതായത് നാരായണി ഉറഞ്ഞു തുള്ളിയ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതേസമയം തന്നെ നമ്മുടെ അനൂപ് ഡോക്ടറിൻ്റെ വിവാഹ നിശ്ചയം മുടങ്ങിയ കാര്യമെല്ലാം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ നാരായണി അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. അനൂപ് ഡോക്ടറും അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. ഗിരിയുടെ അമ്മ പറയുകയാണ്, മോൾക്ക് നല്ല ദൈവഭക്തിയൊക്കെ ഉണ്ട്, പക്ഷേ ഭക്തിയല്ല, ആവശ്യത്തിന് മതി, കൂടുതലായാലാണ് ഇങ്ങനെ ബാധ കയറുന്നതും എല്ലാം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അപ്പോൾ വൃന്ദ വാ നാരായണി എന്ന് പറഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് കൊണ്ടുപോകുന്നു നാരായണിയെ. ഡോക്ടറിൻ്റെ അമ്മ പറയുന്നുണ്ട്, എല്ലാം കൊണ്ടും അനൂപ് ഡോക്ടറിനും ചേർന്ന കുട്ടിയായിരുന്നു നാരായണി, ഇനി എന്ത് പറയാനാ, വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനൂപ് ഡോക്ടർ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ പെണ്ണാണ് നാരായണി എന്നുള്ള കാര്യം എനിക്ക് എപ്പോഴാണ് ഇനി എല്ലാവരും അറിയിക്കാൻ കഴിയുക എന്നൊക്കെ. എന്നിട്ട് നമ്മുടെ അനൂപ് ഡോക്ടറിനോട് പറയുകയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഞാനിപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറയുന്നു. അതിനുശേഷം അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ വൃന്ദയുടെ അച്ഛനോട് നാരായണിയെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. അതായത് നാരായണിയുടെ അമ്മയ്ക്കും ഇതേ അസുഖം തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്തായാലും ഞാനങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ അനൂപ് ഡോക്ടറിനെ അറിയിക്കുകയാണ്. അപ്പോൾ അനൂപ് ഡോക്ടർ പറയുകയാണ്, എന്തൊക്കെയാണെങ്കിലും ശരി, എൻ്റെ സെലക്ഷനൊന്നും മോശമായിട്ടില്ല, എല്ലാം കൊണ്ടും ഒരു ദൈവികത്വമുള്ള പെൺകുട്ടി തന്നെയാണ്, ഈശ്വരാനുഗ്രഹം ദൈവത്തിനോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന പെൺകുട്ടി തന്നെയാണ് എനിക്ക് ദൈവം ഭഗവതി തന്നതെന്നൊക്കെ പറയുകയാണ്. കളരിക്കൽ ഭഗവതി എനിക്ക് അനുഗ്രഹിച്ച് തന്നത് തന്നെയാണ് എൻ്റെ നാരായണി എന്നൊക്കെ പറയുകയാണ്. അതിനൊരു സംശയവുമില്ലെന്ന് നമ്മുടെ ഗിരി ഡോക്ടറും സമ്മതിക്കുന്നു. നാരായണിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചിലവുകളും ഞാൻ വഹിച്ചോളാം എന്ന് അനൂപ് ഡോക്ടർ ഗിരിയോട് പറയുകയാണ്. അവൾക്ക് എല്ലാ സംശയങ്ങളും മാറ്റിക്കൊടുത്ത് അവളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, അതിന് എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ ഗിരിയുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, അത് നീ പ്രത്യേകം എന്നോട് പറയേണ്ട, പക്ഷേ വൃന്ദയ്ക്ക് വലിയ താല്പര്യമില്ല ഇവളെ പഠിപ്പിക്കാനായിട്ടെന്ന് പറയുമ്പോൾ, അതെന്താ അവർ ഭയങ്കര കൂട്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ, അത് ശരിയാണ്, പക്ഷേ ചില സമയത്ത് എനിക്ക് അവളുടെ സ്വഭാവത്തിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള വിവാഹം തന്നെ ഞാൻ അവളെ അറിയിക്കാത്തതെന്നൊക്കെ പറയുന്നു. എന്നാൽ ഇപ്പോൾ പറയേണ്ടെന്നും പറയുന്നു. എന്തായാലും ഇന്ന് അമ്പലത്തിൽ സംഭവിച്ചതുപോലെ ഒരു വിവാഹ നിശ്ചയം ഇനി നടക്കില്ല, അതിന് ഭഗവതി കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അനൂപ് ഡോക്ടർ ഗിരിയോട് പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പപ്പൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാണ്. പപ്പൻ അങ്ങനെ കൂട്ടുകാരനുമായിട്ട് അങ്ങനെ വടിവയ്ക്ക് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജൻ അവിടെ എത്തുന്നു. രഞ്ജൻ നാരായണിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. നാരായണി ഇവിടെ വന്നിരുന്നല്ലേ, എന്തായെന്നൊക്കെ പറയുമ്പോൾ, അവൾ പശുവിനെ വന്ന് കണ്ടിട്ട് പോയി, പെരക്കാത്ത് കയറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ അവൾക്കെന്നൊക്കെ പറയുന്നു. അതിൻ്റെ ഇടയിൽ എഴുത്തുകാർക്ക് പ്രവേശനമില്ലാതിരുന്നൊരു വീടായിരുന്നു തൻ്റെ ഇതെന്ന്, പിന്നെ വൃന്ദ എഴുത്തുകാരിയാണ് നാരിയാണെന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് ആ ബോർഡ് എടുത്ത് മാറ്റിയെന്നൊക്കെ പറയുമ്പോൾ, നാരായണിയുടെ അച്ഛനും വലിയ എഴുത്തുകാരനായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, അച്ഛൻ്റെ പേരൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രഞ്ജൻ നല്ല രീതിയിൽ ഞെട്ടുന്നുണ്ട്. അപ്പോൾ യുടെ പേരും കേൾക്കുമ്പോൾ പത്മജ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നല്ല രീതിയിൽ തന്നെ രഞ്ജൻ ഞെട്ടുന്നുണ്ട്. അതിനുശേഷം രഞ്ജൻ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. രഞ്ജൻ അനൂപ് ഡോക്ടറിനെ കാണാനായിട്ട് അനൂപ് ഡോക്ടറിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ തൻ്റെ കുഞ്ഞിനെ, അതായത്
ഡോക്ടറിൻ്റെ പെങ്ങൾ വളർത്തുന്ന ആ കുഞ്ഞിനെ എടുക്കാനുള്ള സാഹചര്യം കിട്ടുകയാണ് നമ്മുടെ രഞ്ജന എടുത്ത് വളരെയധികം ഓമനിച്ച് പുന്നാരിക്കുന്നൊക്കെയുണ്ട് ആ കുഞ്ഞിനെ. അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് അനൂപ് ഡോക്ടറിനെ അറിയിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ നിൽക്കുന്നത് കാണിച്ചിട്ടാണ് സീരിയൽ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.